SNC ലാവ്ലിൻ കേസിൽ 2023 ശേഷം ഒരിഞ്ച് പോലും മുന്നോട്ടു പോകാതെ ED. അന്ന് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരാരും ഇപ്പോൾ EDയിൽ തന്നെയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് സമൻസ് അയച്ചെങ്കിലും ഇത് എന്തിനു വേണ്ടിയെന്ന് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന് മാത്രം അറിയാവുന്ന കാര്യമാണെന്നാണ് ഇപ്പോഴത്തെ ED ഉന്നതാധികൃതർ പറയുന്നത്. കേസ് ആക്റ്റീവ് അല്ല എന്നതാണ് നിലവിലെ സ്ഥിതിയെന്നും പറയുന്നു. CBI കേസിന്റെ അടിസ്ഥാനത്തിൽ കനേഡിയൻ കമ്പനിയായ ലാവ്ലിനുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകളിലായിരുന്നു ED അന്വേഷണം. 2020 രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഫയൽ രേഖയിൽ വൈദ്യുതി വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും KSEB മുൻ ചെയർമാനുമായിരുന്ന K മോഹനചന്ദ്രന്റെ പേരിലാണ് കേസ്. ചില പ്രതികൾ മരിച്ചുവെങ്കിലും അന്വേഷണത്തിന്റെ തുടർച്ചയ്ക്കും കുറ്റപത്രം സമർപ്പിക്കാനും അതൊന്നും തടസ്സമല്ലെന്ന് ED കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നു. 2023 ഫെബ്രുവരി 14 അന്നത്തെ ED അസിസ്റ്റന്റ് ഡയറക്ടർ PK ആനന്ദ് വിവേക് കിരണിന് സമൻസ് അയച്ചത്. ക്ലിഫ് ഹൗസ് വിലാസത്തിലല്ല താമസിക്കുന്നതെന്നും വിദേശത്താണെന്നും വ്യക്തമാക്കിയിട്ടും സമൻസ് നൽകിയിരുന്നു. ഇങ്ങനെ ഒരാൾ ഈ വിലാസത്തിലില്ലെന്ന് പറഞ്ഞ് സമൻസ് മടക്കുകയായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് SNC ലാവ്ലിനും വൈദ്യുതി കരാറിന്റെ ധാരണാപത്രത്തിൽ സാക്ഷിയായി ഒപ്പിട്ട വിദേശ മലയാളി വ്യവസായി ദിലീപ് രാഹുലിനും ED സമൻസ് അയച്ചതായാണ് സൂചന. ഈ സമൻസും കൈപ്പറ്റിയിട്ടില്ല. ദിലീപ് രാഹുലിനെ ചോദ്യം ചെയ്യാൻ ഇന്റർപോളിന്റെ സഹായം തേടിയതായി കോടതിയെ CBI അറിയിച്ചിരുന്നു. പിന്നീട് ഇതിൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. EDയും ദിലീപ് രാഹുലിനെതിരെ ഇന്റർപോളിന്റെ ബ്ലൂ കോർണർ നോട്ടീസിന് നടപടി തുടങ്ങിയെങ്കിലും എങ്ങുമെത്തിയില്ല. CBI കേസിൽ പ്രതിയല്ലാത്ത ദിലീപ് രാഹുലിനെതിരെ എങ്ങനെയാണ് ഇന്റർപോളിനെ സമീപിക്കുക എന്നതിലും വ്യക്തതയില്ല. അതേസമയം മുഖ്യമന്ത്രിയുടെ മകന് ED അയച്ച സമൻസ് ചോർന്നതിൽ ദുരൂഹത. നിലവിലെ ED ഓഫീസ് രേഖയിൽ നിന്ന് ചോർന്നതല്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ED ഫയലിലുള്ള സമൻസിൽ സീലും ഡിസ്പാച്ച് നമ്പറും ഉണ്ടാകും. ഇവ പുറത്തുവന്ന സമൻസിനില്ല. ഇങ്ങനെയൊരു സമൻസ് കിട്ടിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറയുന്നു. സമൻസിൽ പേരുള്ള വ്യക്തിയെ നേരിട്ട് കണ്ട് നൽകുന്നതാണ് EDയുടെ രീതി. ഇമെയിൽ, തപാൽ മുഖേനയും സമൻസ് അയക്കാറുണ്ട്. ഇത് ബന്ധപ്പെട്ട വ്യക്തിക്ക് കിട്ടിയെന്നും ഉറപ്പാക്കും. ഒരു വ്യക്തിക്ക് സമൻസ് അയക്കണമെങ്കിൽ കേസുമായി നേരിട്ടുള്ള ബന്ധമോ ഏതെങ്കിലും മൊഴിയോ വേണം. CBI കേസിൽ പ്രതിയോ സാക്ഷിയോ അല്ലാത്ത വിവേക് കിരണിനെതിരെ അന്ന് ആരെങ്കിലും EDക്ക് മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ആ മൊഴി ചൂണ്ടിക്കാട്ടിയാലേ ED ഉന്നത അധികൃതരിൽ നിന്ന് സമൻസ് അയക്കാനും ചോദ്യം ചെയ്യുവാനും അനുമതി ലഭിക്കൂ. സമൻസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആരെങ്കിലും തുറന്നു കാണുകയും അതിന്റെ ഫോട്ടോ മൊബൈൽ ഫോണിൽ എടുത്തിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോഴും ക്ലിഫ് ഹൗസിലല്ല വിവേക് താമസമെന്നതിനാൽ ആ സമൻസ് മടങ്ങിയെന്ന വിശദീകരണവുമായി വൈരുദ്ധ്യമുണ്ട്. മറ്റൊരു സാധ്യത അന്ന് സമൻസ് നൽകാൻ കൊടുത്തുവിട്ട ED പ്രതിനിധിയോ കേസുമായി ബന്ധപ്പെട്ട അന്നത്തെ ഉദ്യോഗസ്ഥരോ ഇത് ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാനുള്ളതാണ്. ഇരുവരും ഇപ്പോൾ EDയിലില്ല. അതിനാൽ സമൻസ് ചോർന്നതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്നും ഉദ്യോഗസ്ഥരടക്കം പറയുന്നു.